നമസ്കാരം. വിഖ്യാത ഹോളിവുഡ് താരം ജീൻ ഹോക്ക്മാൻ്റെയും ഭാര്യയുടെയും മരണത്തിൽ ദുരൂഹത ഏറുകയാണ്. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഹോക്ക്മാൻ്റെ കൊട്ടാര സദൃശ്യമായ വസതിയിലാണ് കാണപ്പെട്ടത്. ഹോക്ക്മാൻ്റെ മൃതദേഹം അടുക്കളയ്ക്ക് സമീപമുള്ള ഒരു മുറിയിലാണ് തറയിൽ വീണ് കിടക്കുന്ന രീതിയിൽ കാണപ്പെട്ടത്. അതിന് തൊട്ടടുത്തായി തന്നെ അദ്ദേഹത്തിൻ്റെ സൺഗ്ലാസും വാക്കിംഗ് സ്റ്റിക്കും കിടക്കുന്നുണ്ടായിരുന്നു. 95 വയസ്സായിരുന്നു ഹോക്ക്മാന് പ്രായം. ഭാര്യ ബെറ്റ്സി ആകട്ടെ അറിയപ്പെടുന്ന പിയാനോ വിദഗ്ധയായിരുന്നു. 2 തവണ ഓസ്കാർ അവാർഡ് നേടിയ നടനാണ് ഹോക്ക്മാൻ. ഇവരുടെ മരണത്തിൽ നിലവിൽ സംശയങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവർ മരിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. 2004 സിനിമാ രംഗം വിട്ടതിന് ശേഷം ഹോക്ക്മാനെ ആരും തന്നെ പൊതുവേദികളിൽ കാണുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം തിരക്കുകളിൽ നിന്നൊക്കെ അകന്ന് ഭാര്യയുമൊത്ത് ഉള്ള വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഹോക്ക്മാൻ്റെ ഭാര്യയായ ബെറ്റ്സിയുടെ മൃതദേഹം കുളിമുറിക്കുള്ളിലാണ് കാണപ്പെട്ടത്. തറയിൽ വീണ് കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. മുഖമല്ലാതെ വീർത്തിരുന്നു. കൈകാലുകളൊക്കെ തന്നെ ഉണങ്ങി വരണ്ട നിലയിലായിരുന്നു. ഒരു 2 ആഴ്ച എങ്കിലും പിന്നിട്ട് കാണും ഇവരുടെ മരണം നടന്നിട്ട് എന്നാണ് പൊതുവെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്ക് അറിയപ്പെടുന്ന ശത്രുക്കളോ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇവരുടെ വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറിയതായും യാതൊരു ലക്ഷണവും കാണാനുമില്ല. ഹോക്ക്മാൻ്റെ മകൾ ഇപ്പോൾ പറയുന്നത് ഒരുപക്ഷെ ഇവരുടെ മരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചായിരിക്കാം എന്നാണ്. കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് ഇവരുടെ വീട്ടിനുള്ളിലേക്ക് കടന്നത് എന്നറിയില്ല. കൂടാതെ ബെറ്റ്സിയുടെ മൃതദേഹത്തിന് സമീപം ഒരു ഹീറ്ററും കാണപ്പെടുന്നുണ്ട്. ഇത് ഒരുപക്ഷെ മറിഞ്ഞു വീണതായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. 2 പേരും 2 സ്ഥലങ്ങളിലായിട്ടാണ് മരിച്ചു കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ കാർബൺ മോണോക്സൈഡ് പോലെയുള്ള എന്തെങ്കിലും ശ്വസിച്ചതിൻ്റെ പ്രത്യാഘാതമാണോ എന്ന് സ്വാഭാവികമായും ഇപ്പോൾ പോലീസും സംശയിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ വളർത്തുനായയും മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. ഇവരുടെ വീട്ടിലെ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ 2 പേരാണ് ഇവർ 2 പേരും മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം പോലീസിനെ അറിയിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയായി ഇവർ ഇവിടെ പണിക്ക് വരാറും ഇല്ലായിരുന്നു. ഇപ്പോൾ ജോലി തേടി എത്തിയപ്പോഴാണ് ഈ 2 മൃതദേഹങ്ങളും വീട്ടിനുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് സംശയിക്കുന്ന മറ്റൊരു കാര്യം ബെറ്റ്സിയുടെ മൃതദേഹത്തിന് സമീപം കാണപ്പെട്ട ഗുളികകളാണ്. ഈ ഗുളികകൾ ചിതറിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഏതുതരം ഗുളികയാണ്, ഇത് ഉപയോഗിച്ചിരുന്നത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. കുളിമുറികളിൽ എങ്ങനെയാണ് ഗുളികകൾ കാണപ്പെട്ടത് എന്നുള്ളത് സംശയാസ്പദമായ കാര്യം തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൽ വലിയ ദുരൂഹതയൊന്നും കാണുന്നില്ല എങ്കിലും പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. $80 മില്യൺ ആസ്തിയാണ് ഈ ദമ്പതികൾക്ക് ഉള്ളത്. കൊട്ടാര സദൃശ്യമായി വലിയൊരു ബംഗ്ലാവും പ്രകൃതി സുന്ദരമായതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുമെല്ലാം ഇവരുടെ വകയാണ്. ഒരു കാലത്ത് ഹോളിവുഡിനെ രോമാഞ്ചം കൊള്ളിച്ചിരുന്ന ഈ ഒരു നടന് ഇങ്ങനെ ഒരു അന്ത്യമുണ്ടായതിൽ എല്ലാവരും ദുഃഖിതരാണ്. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ചുള്ള അന്വേഷണം ശക്തമായി നടക്കണമെന്ന ആവശ്യവും ഇപ്പോൾ നാനാഭാഗത്തു നിന്നും ഉയരുകയാണ്.